ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. സന്തോഷമുള്ള ഒരു ദിവസം പോലെയാണ് വരുമ്പോൾ തോന്നുന്നത്. എന്താ വെച്ചാൽ എനിക്ക് ടെറസ് കിച്ചണിൽ അല്ലെങ്കിൽ ഏത് അടുക്കളയിൽ കയറിയാലും സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ജോലി ചെയ്യാനുള്ളൊരു സന്തോഷം കൂടുതലാണ്. എന്തായാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫ്രൈഡ് കേക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേക്ക്സ് നമ്മൾ ബേക്ക് ചെയ്യുന്നതാണ് ആണല്ലോ. പിന്നെ ഫ്രൈഡ് കേക്ക് എന്ന് പറയുമ്പോൾ മുട്ട കേക്ക് ആണോ എന്ന് വെച്ചാൽ അല്ല, മുട്ട കേക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. അതേസമയം അല്ലാതെ നമ്മൾ ബേക്ക് ചെയ്യുന്ന കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഏതാണ്ട് അതേ പാറ്റേൺ ആണ്. അതായത് കുഞ്ഞു കുഞ്ഞു സ്ക്വയർസ് ആയിട്ടും അതായത് നമ്മൾ മാവ് കുഴച്ച് ചപ്പാത്തി ഡോ പോലെ കുഴച്ചിട്ട് പരത്തി കട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ വറുത്തെടുക്കുന്നൊരു പെക്യൂലിയർ ടൈപ്പ് ഒരു ഫ്രൈഡ് കുക്കീസ് പോലെയോ അല്ലെങ്കിൽ ഫ്രൈഡ് കേക്ക് പോലെ എന്താണെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഫ്രൈഡ് കേക്ക് എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്ന പേര്. ഇനി പല പേരുകളുണ്ടാകാം, നമുക്ക് ഏത് പേര് വേണമെങ്കിലും ഇടാമല്ലോ. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈദമാവാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദമാവിന് പകരം ആട്ടയിലും ചെയ്യാം. ആദ്യം നമുക്ക് 3 മുട്ട. ഓക്കെ, 3 മുട്ട, പിന്നെ അതിൻ്റെ കൂടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട്, ഹാൻഡ് ബ്ലെൻഡർ വേണം നിർബന്ധമില്ല, വിസ്ക് വെച്ചിട്ട് ഞാൻ വിസ്ക് എടുത്തിട്ട് വരട്ടെ. നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നല്ല പതഞ്ഞ് വരും. വിസ്ക് വെച്ച് പതപ്പിക്കാം, പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം നമുക്ക് ചെയ്യണം. അതായത് നമ്മുടെ മൈദ മാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ മൈദ. 1/2 കിലോ മൈദ മാവിനെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. പക്ഷെ ഞാനിത് റീയൂസ് ചെയ്യും കേട്ടോ, പേടിക്കണ്ട. എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച ബട്ടർ പേപ്പർ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് കളയാനല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇടഞ്ഞിടാം. ഇതിപ്പോൾ 1/2 കിലോ ഉണ്ട്. അപ്പോൾ മൈദയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഒരുപാടൊന്നും വേണ്ട, 1/4 ടീസ്പൂൺ. ഓക്കെ, അതിനോടൊപ്പം ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇത് മധുരമുള്ളതാണ് എങ്കിലും ഒരു വലിയൊരു നുള്ള് ഉപ്പ്. ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇടഞ്ഞെടുക്കാം. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നമുക്ക് തിരിച്ച് അതേ പാത്രത്തിൽ തന്നെ കട്ട് ചെയ്യും. എന്നിട്ട് ഈ പേപ്പർ ഭദ്രമായിട്ട് തിരിച്ചു വയ്ക്കും. നമുക്ക് ബേക്കിങ്ങിനെല്ലാം എപ്പോഴും ആവശ്യമുള്ളതാണ് നമ്മുടെ ബേക്കിംഗ് പേപ്പർ. പാച്ച്മെൻറ്റ് പേപ്പറെന്നോ ബട്ടർ പേപ്പറെന്നോ ഒക്കെ വിളിക്കാം. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. ദാറ്റ് ഈസ് മുട്ട നന്നായിട്ട് പതപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ടിട്ട് അപ്പോൾ ഇതിലേക്ക് വാനില എസൻസും കൂടി ചേർക്കാം. ഓക്കെ, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. അപ്പോൾ ആ എഗ്ഗി സ്മെല്ലെല്ലാം പോകും. അങ്ങനെ നമ്മളുടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ഈ മൈദ, ഇത് 1/2 കിലോ ഉണ്ട്, ഏകദേശം ഒരു 4 കപ്പ് എന്ന് പറയാം. ഓക്കെ, 240 ml 4 കപ്പ് എന്ന് പറയാം. അത് കറക്റ്റ് 1/2 kg. കുറച്ച് വലിയ പാത്രം വേണം, അതുകൊണ്ട് ഇനി ഇതിനെ നടുക്ക് നമുക്ക് കുഴി ഉണ്ടാക്കാം. നമ്മുടെ മുട്ട, പഞ്ചസാര, വാനില ആ ഒരു മിശ്രിതം ഇങ്ങോട്ട് ഒഴിക്കാം. അപ്പോൾ ഉപ്പ് ഇതിനകത്താണ് ഞാൻ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. അപ്പോൾ ഇതും അതിൻ്റെ കൂടെ ഈ മുട്ട മാത്രം പോരാ, മുട്ട പഞ്ചസാര മിശ്രിതത്തിൻ്റെ കൂടെ ഒരു 3/4 കപ്പ് വെള്ളം വരെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ആവശ്യാനുസരണം ആദ്യം ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാം. 3/4 കപ്പ് വെള്ളം എടുത്ത് വെക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളമേ ഒഴിച്ചിട്ടുള്ളൂ, നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. നമുക്കെന്തായാലും ഒരു ചപ്പാത്തി മാവ് പോലെയാണ് കുഴച്ചെടുക്കേണ്ടത് ഡോ. ഓക്കെ, അപ്പോൾ 1/2 കപ്പാണ് വെള്ളം ഞാൻ ഒഴിച്ചത്. മതിയാകുമെന്ന് തോന്നുന്നു, നോക്കട്ടെ. കുഴച്ച് തുടങ്ങാം. വേണമെങ്കിൽ ഇനി ഒരു 1/4 കപ്പ് വെള്ളം മാറ്റി വെച്ചതുകൊണ്ട് അതും കൂടി ചേർക്കാം. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെയാണ്, അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി വേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് കേക്കാണെങ്കിലും നമ്മളിൽ വെണ്ണ ചേർക്കുന്നില്ല. ഫ്രൈഡ് കേക്കിൽ വെണ്ണയില്ലാത്ത കേക്ക് അല്ലേ, കൊള്ളാം, രസമുണ്ട്. ബാക്കി 1/4 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിക്കും. ഒരുപാട് വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാണ്,
നമുക്കിത് പരത്താനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നോക്കി നോക്കി ഒഴിക്കുക. മാക്സിമം 1/4 കപ്പ് മതിയാകും. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയിട്ട് വെള്ളം കൂടി പോയാൽ സാരമില്ല, ഇച്ചിരി മാവിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കയ്യിലൊന്നും ഒട്ടാത്ത പാകത്തിന് കറക്റ്റായിട്ട് കുഴഞ്ഞു കിട്ടി. ആക്ച്വലി ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചില്ല, ഒരല്പം 1 ടേബിൾ സ്പൂൺ ബാക്കിയുണ്ട്. പിന്നെ വെജിറ്റേറിയൻസ് എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ ഇവിടെ. എന്തായാലും മുട്ട, ഇതിന് മുട്ട വേണം, 3 മുട്ട. ഇൻ കേസ് നിങ്ങൾ മുട്ട പോലും കഴിക്കാത്ത പ്യുവർ വെജ് ആണെങ്കിൽ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ 1 കപ്പ് മുട്ടയ്ക്ക് പകരം 1 കപ്പ് തൈര് എടുക്കുക. തൈരും പൊടിച്ച പഞ്ചസാരയും കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് സോഡാപ്പൊടി 1/4 ടീസ്പൂൺ അതിലേക്ക് ഇടുക. ഓക്കെ, മാവിലിടണ്ട, അതിലേക്ക് ഇടുക. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുക. ഇച്ചിരി മീൻസ് 1/4 ടീസ്പൂണിന് താഴെ. എന്നിട്ട് മാവിട്ട് ഇതുപോലെ കുഴച്ച് ഈ ഒരു പാകത്തിന് ചപ്പാത്തി ഡോ പോലെ ആക്കിയെടുക്കുക. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അന്നേരം നോക്കിയിട്ട് 1/2 കപ്പ് മുതൽ ഈ പറഞ്ഞ പോലെ തന്നെ എത്ര വെള്ളം വേണം അതനുസരിച്ച്. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. കുറച്ച് വാനില എസൻസും ചേർക്കാൻ മറക്കണ്ട. ഓക്കെ, കഴിയും. ഇനി ഇതിൽ നിന്നും ഉരുള എടുത്തിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഘനത്തിലാണ് പരത്താൻ പോകുന്നത്. അപ്പോൾ ബട്ടർ പേപ്പർ ഇട്ടിട്ട് പരത്താം. ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇതാണ് പാകം. ഓക്കെ, അപ്പോൾ ഏതാണ്ട് വലിയ ഉരുള ഉരുട്ടിയെടുക്കുക. ഓക്കെ, ഇത് ഏകദേശം ഒട്ടകപ്പക്ഷി, അതായത് ഓസ്ട്രിച്ചിൻ്റെ മുട്ടയുടെയൊക്കെ അത് ഇതിലും വലുതാണ് എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഒരു വലിയ ഉരുള. എന്നിട്ട് ബാക്കി ഇങ്ങനെ അടച്ചു വയ്ക്കുക, ഡ്രൈ ആവണ്ട. എന്നിട്ട് ഒരല്പം മൈദ, കുറച്ച് മൈദയുടെ സഹായമാകാം, നമുക്ക് പരത്തണ്ടേ. ഓക്കെ, വലിയ ഒട്ടലില്ല. ശരിക്കും പറഞ്ഞാൽ കയ്യിലിങ്ങനെ ഒട്ടി പിടിക്കുന്നില്ല. കാണുമ്പോൾ അറിയാമല്ലോ, എൻ്റെ കയ്യിലൊന്നും പിടിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുന്നില്ല, തെറ്റില്ല. ഇതുപോലെ അപ്പോൾ ഒരുപാട് ടൂത്തിനല്ല. ഞാൻ ഈ സമയത്തൊരു കാര്യം കൂടി ചെയ്യാൻ പോണു. അടുപ്പ് കത്തിച്ച് അല്പം എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഡീപ് ഫ്രൈ ആണ്, വറുത്ത് പോരല്ലേ, ഇച്ചിരി എണ്ണ ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വേണ്ട. വെളിച്ചെണ്ണയ്ക്ക് വേറൊരു എന്താ പറയുക, ഫ്ലേവറുള്ള ഓയിലാണ്, അത് കാരണം അത് വേണ്ട. ഇനി ഒരു കത്തി എടുക്കുന്നു, ഇതിൽ ചെറിയ സ്ക്വയർസ് ഉണ്ടാക്കണം. സൈഡ്സിനെ നമ്മൾ വലിയ കാര്യമാക്കണ്ട, അത് നമുക്ക് വീണ്ടും പരത്തുന്ന സമയത്ത് എടുക്കാം. നമുക്ക് ചെറിയ ചെറിയ സ്ക്വയർസാണ് വേണ്ടത്. ഓക്കെ, ഇങ്ങനെ ആക്കി ഇനി തിരിച്ച് സ്ക്വയർ ഷേപ്പിലുള്ള പീസസ് ആക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സ്ക്വയർസാണ് വേണ്ടത്. അപ്പോൾ സ്ക്വയർ അല്ലാത്ത പീസിനെല്ലാം സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും നമ്മൾ കട്ട് ചെയ്യാം. ഓക്കെ, പരത്തിയിട്ട് ഇവിടെ വരെ. ഓക്കെ, സ്ക്വയർസാണ്. ദീസ് ആർ ഓൾ സ്ക്വയർസ്. ഇതിൻ്റെ വണ്ണം കണ്ടല്ലോ, ഇത്രയും. ഓക്കെ, 1/2 ഇഞ്ച്. ഒത്തിരി കട്ടി കുറച്ചല്ല, ഇച്ചിരി വണ്ണത്തിലാണ്. കുറച്ച് തിക്നെസ് ഉണ്ട്, നമ്മൾ കുക്കീസിനൊക്കെ എടുക്കുന്ന പോലത്തെ തിക്നെസ്. ഇനി എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വേറൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ആ ആദ്യത്തെ സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് പേപ്പറിലിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു ബോളും കൂടി എടുത്തു. ഇനി ഒരു പ്രാവശ്യത്തേക്കും കൂടി ഉണ്ട്. 1 more. പിന്നെ നമ്മളിങ്ങനെ സൈഡ് കട്ട് ചെയ്തില്ലേ, അത് എല്ലാത്തിൻ്റെയും സൈഡ് കട്ട് ചെയ്തെല്ലാം വന്നിട്ട് അവസാനം അതും ഒരു ഉരുളയാക്കാം. ഓക്കെ, റെഡി ആയിരുന്നാൽ പെട്ടെന്ന് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ചെയ്യും. കട്ടിങ് പ്രോസസ്സ് എല്ലാം വളരെ വളരെ സിമ്പിൾ. ചൂടായിക്കൊണ്ടിരിക്കുന്നു, കംപ്ലീറ്റ് ആയിട്ട് ചൂടായിട്ടില്ല. ഫുൾ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു കട്ടുണ്ടാക്കിയിട്ടാണ് എണ്ണയിലേക്ക് ഇടുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായി. ഇപ്പോൾ ഞാൻ തീ ഒരല്പം ഒന്ന് കുറച്ചു. എന്നിട്ട് നമ്മുടെ ഫ്രൈഡ് കേക്ക് നിർമ്മാണം ആരംഭിക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് കേക്കിൻ്റെ ഒരു വലിപ്പം നോക്കിക്കോളൂ. ഇത്രയാണ് തിക്നെസ്. നോക്കിയേ, ഇത് 1/2 ഇഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു 1/4 ഇഞ്ച് എന്ന് പറയാല്ലേ. ഈ ഒരു തിക്നെസ് ഇത്രയാണ് വേണ്ടത്. ഓക്കെ, ഇനി ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒരു ചെറിയൊരു കട്ട് ഇങ്ങനെ കൊടുക്കണം. എല്ലാത്തിനും അങ്ങനെ ഒരു ചെറിയൊരു കട്ട് കൊടുത്ത് ഇവിടെ വയ്ക്കാം. സ്മോൾ കട്ട്.
ഒരു ഹാഫ് കട്ട്. ഇത് എല്ലാത്തിനും ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ഇനി ഇതിൽ നിന്ന് നമ്മൾ ചൂടായ എണ്ണ ഞാൻ ഇച്ചിരി തീ കുറച്ചിട്ടിരിക്കുകയാണ്. ബാലൻസ് ഓക്കെ ഇടാം. ഫാസ്റ്റായിട്ട് ചെയ്യണം, ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി വരും. പിന്നെ ചെറിയ തീയിലായിട്ടിരിക്കുന്നത്. ഞാൻ അടുപ്പ് പെട്ടെന്ന് മാറ്റി കേട്ടോ, കാര്യം ഇതിലെ ചെറിയ തീ എന്ന് പറഞ്ഞാലേ ഭയങ്കര തീയാണ്, അതുപോലെ. അപ്പോൾ ഞാൻ ഇതിലെ ചെറിയ തീയിലേക്ക് മാറ്റി. അപ്പോൾ പുറം നല്ല കരികരിപ്പും ഉള്ളിൽ നല്ല സോഫ്റ്റ് സ്പോഞ്ച്, ഈ ഒരു കേക്കിൻ്റെ ടെക്സ്ചർ നല്ല സ്പോഞ്ചി ആയിട്ട് വന്നു. പുറം നല്ല കരികരിപ്പുണ്ടാകും, ഉള്ളിൽ നല്ല വെന്തിട്ട് നമ്മുടെ വെട്ട് കേക്കിൻ്റെ അതേ ടെക്സ്ചറാണ് എന്ന് പറയാം. അതിനെക്കാട്ടിലും ബെറ്ററാണ് ഇത്. ചെറിയ ചെറിയ ബൈറ്റ്സ് ആകുമ്പോൾ നമുക്ക് കഴിക്കാനും എളുപ്പമാണ്. വെരി ടേസ്റ്റി. ഒട്ടും എണ്ണ കുടിക്കുകയൊന്നുമില്ല, ഒരു പേടിയും വേണ്ട എണ്ണ കുടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ബാക്കി ഇടാം. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു സൈഡിൽ മുരിഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ ആദ്യത്തെ 2 സെറ്റ് ഞാൻ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ, ആ ജോലിയും കൂടി നമുക്ക് ഈ കൂട്ടത്തിൽ ചെയ്യാം. അടുത്ത സെറ്റ് ഇടാനുള്ളതുണ്ട് ഇവിടെ. ഇനി ഇത് മൂന്നാമത്തെ വലിയ ഉരുള. പിന്നെ ഉള്ളത് നമ്മൾ സൈഡ്സൊക്കെ കട്ട് ചെയ്ത ഭാഗമാണ്. അതെല്ലാം കൂടി ചേർത്തിട്ട് മറ്റൊരു ഉരുളയായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലോട്ടും എടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇനി അഥവാ എന്തെങ്കിലും എണ്ണ ഈ പ്ലേറ്റിൽ വീഴുന്നുണ്ടെങ്കിൽ അത് ഈ കണ്ണാപ്പയിലിരിക്കുന്ന എണ്ണയാണ് കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഉണ്ടാവും, ഇഷ്ടംപോലെ. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞിട്ട് നമ്മൾ വായു കടക്കാത്ത കുപ്പിയിലോ ടിന്നിലോ ഒക്കെ ഇട്ട് വെച്ചാൽ ഇഷ്ടംപോലെ നടന്ന് കഴിക്കും. പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാവും. ഈ അവധി സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ അവർക്ക് കുറിക്കാൻ വേറെ ഒന്നും വേണ്ട. കേക്ക് വേണം തോന്നുമ്പോൾ ഫ്രൈഡ് കേക്ക് കഴിക്കും. ഓക്കെ, എല്ലാം ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈവനായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് കിട്ടും. നല്ല കരികരിപ്പ്. ഇതിങ്ങനെയാണ് വരുന്നത്. ഏതാണ്ട് വെട്ട് കേക്കിൻ്റെ അതേ ഫീലിംഗ് ആണ് അകത്തോട്ട്. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ക്രിസ്പിയാണ്. അവസാനം വരെ വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ല. കരികരിപ്പ് കേൾക്കുന്നോ? ഒരു എന്താ പറയുക, നാടൻ കേക്കിൻ്റെ രുചിയാണ്. കേക്ക് ടേസ്റ്റ്, പക്ഷെ ബേക്ക് ചെയ്തല്ല എന്ന് മാത്രം. നൈസ്. അപ്പോൾ ഇനി മൂന്നാമത്തെ ലോട്ട് എല്ലാം കംപ്ലീറ്റ് ആയി കേട്ടോ. എല്ലാം പരത്തി എന്താ പറയുക, ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത, പിന്നെ അതിൽ ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന്. ഇത് നല്ല രസകരമായ ജോലിയാണ്. ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നു, അതിങ്ങനെ പഫപ്പ് ചെയ്ത് വരുന്ന കാണുന്നു. ഞാനീ കോരിയ തവി ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കും. ഓക്കെ, നമ്മളുടെ വറുത്ത കേക്ക് അഥവാ ഫ്രൈഡ് കേക്ക്. വറുത്ത കേക്ക് എന്ന് പറഞ്ഞാലും നല്ല രസമല്ലേ. വറുത്ത കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റ് 3 നല്ല ഞാൻ പറഞ്ഞ അത്രയും തിക്നെസ്സിൽ അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ നല്ല പുറമേ നല്ല കരികരിപ്പും അകത്ത് നല്ല അത്യാവശ്യം സ്പോഞ്ചി ആയിരിക്കും. അതിനെക്കാട്ടിലും ലാസ്റ്റ് ഉണ്ടായിരുന്ന ഭാഗം ഞാൻ നന്നായിട്ട് കുറച്ചുകൂടെ തിന്നാക്കി പരത്തിയിട്ട് നല്ല മൂപ്പിച്ചെടുത്തപ്പോൾ ഏതാണ്ട് ചിപ്സ് പോലെ അതെ ശബ്ദം. അതെങ്ങനെയാ വെച്ചാൽ ഉള്ളിലേക്കൊന്നും അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കില്ല, കരികരിപ്പായിരിക്കും. അങ്ങനെ ഭയങ്കര കരികരിപ്പുള്ള പലഹാരമായിട്ട് മാറ്റാം. അതൊരു ഓപ്ഷൻ. പക്ഷേ ഇതാണ് എൻ്റെ ഒരു കറക്റ്റ് ഫോർമാറ്റ്. ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടി എടുത്തുവെന്നേ ഉള്ളൂ. കുറച്ചങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കട്ടി കുറച്ച് പരത്തി കഴിഞ്ഞാൽ എന്താകും റിസൾട്ട് എന്നുള്ളതിൻ്റെ സൂചനയാണിത്. ഈ രീതിയിൽ കിട്ടും.
ചിപ്സ് മാതിരി കഴിക്കാം. ഇത് നോക്കിയേ, നമ്മുടെ ഇങ്ങനെ കിട്ടും. ഇച്ചിരിയുടെ മൂപ്പ് കുറച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലെടുക്കാം. എന്നാലും പുറമേ കരുകരിപ്പുണ്ടാകും, അകത്ത് സൈസ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ദിസ് ഈസ് അനദർ ഫോർമാറ്റ്. എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ. ഓക്കെ, ദിസ് ഈസ് അവർ ഫ്രൈഡ് കേക്ക്. വറുത്ത കേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇതങ്ങനെ നമുക്ക് മുറിച്ച് കാണിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല, കാര്യം അത്രയ്ക്കും കണ്ടോ, നല്ല കരുകരിപ്പ്. ഭയങ്കര അകത്തോട്ടൊന്നും അങ്ങനെ ഭയങ്കര സോഫ്റ്റ് അല്ല, എല്ലാം തന്നെ നല്ല ചിപ്സ് മാതിരിയാകും. അപ്പോൾ ചിപ്സ് പോലത്തതും നമ്മുടെ കേക്ക് മാതിരിയുള്ളതും. കേക്കിൻ്റെ പുറമേ നല്ല കരുകരിപ്പ്, ഉള്ളിൽ സ്പോഞ്ചി. നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ 1/4 ഇഞ്ച് ഘനത്തിൽ പരത്ത് കട്ട് ചെയ്യുക. എല്ലാം അറിയാലോ അല്ലേ? ഞാൻ കുറേ മുറിച്ച് വെച്ചിരിക്കും. ഇതെല്ലാം ഞാൻ തന്നെ കഴിക്കും. ഇതെപ്പോൾ തുടങ്ങിയാറിയോ? ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് തൽക്കാലം കഴിക്കൽ നിർത്തുകയാണ്. ഇനി ഇത് വായു കടക്കാത്ത, അതായത് റൂം ടെമ്പറേച്ചറിലേക്ക് കൂൾ ഡൗൺ ചെയ്തിട്ട് വായു കടക്കാത്ത ടിന്നിലോ കുപ്പിയിലോ ഒക്കെ ഇട്ട് സൂക്ഷിക്കാം. ഇത് 1-2 ദിവസമൊന്നും കേടാവില്ല. ഒരു 3-4 ദിവസം കേടാകാണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഒന്നും പേടിക്കണ്ട. അപ്പോൾ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വെട്ട് കേക്കിൻ്റെ ടേസ്റ്റാണ്. അതിൻ്റെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫോം. സ്മോൾ ബൈറ്റ് പീസ് അല്ലേ, മറ്റത് ഇത്രയും വലുതായിരിക്കും. അത് നമുക്ക് ഒരാൾക്ക് ഫുൾ കഴിക്കാൻ ചിലപ്പോൾ പറ്റില്ല. ഇതാവുമ്പോൾ ഇഷ്ടമായിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക, അത്രയൊക്കെ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് മസ്റ്റായിട്ട് തരണം കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരു നല്ല കമൻറ്റും. ഓക്കെ, പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അവർക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എന്താ പറയേണ്ടത് ഇനി? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോടും കൂടി സംസാരിക്കുകയാണ്. നമ്മുടെ LN വ്ളോഗ്സിലേക്ക് ആദ്യമായിട്ട് വരികയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് LN വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. നമ്മുടെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.